ഹലോ, ഇതാണ് ഞാൻ പറഞ്ഞ ചിത്രപ്പണിയുള്ള സാരി. അന്ന് ഞാൻ ഉഷാൻറ്റിയെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാനിങ്ങനെ ചിത്രപ്പണിയുള്ള സാരി എല്ലാം ഉടുക്കും. ചിത്രപ്പണി എന്ന് പറയുന്ന ഈ ഈ എന്താ പറയുക, കൈത്തുന്നൽ, എംബ്രോയിഡറി അല്ലേ, ഇത്രയൊക്കെയല്ലേ അതിൻ്റെ മലയാളം. സോ അത് എറണാകുളത്ത് ഒരു സ്ഥലമുണ്ട്, അവിടെയാണ് ഞങ്ങൾ ചെയ്യാറുള്ളത് കേട്ടോ. സോ ഉഷാൻ്റിയാണ് ഇതിൻ്റെയൊക്കെ. ഉഷാൻ്റി വാങ്ങിച്ചതാണോ തയ്പ്പിച്ചതാണോ എന്ന് എനിക്ക് അന്ന് അറിയില്ലായിരുന്നു. പിന്നീട് ഞാൻ കണ്ടുപിടിച്ചതാണിത്. പാരീസ് ടൈലറിങ് തന്നെയാണ് ഇത് ചെയ്തത്. ഇറ്റ് വാസ് വെരി എക്സ്പെൻസീവ് ഇൻഡീഡ് ആ സമയത്ത്. 20 ഇയേഴ്സ് ബാക്കാണ് ഇത്. വന്നിട്ട് ഷിഫോൺ സാരിയാണ്, ഷിഫോൺ മെറ്റീരിയൽ ഞാൻ വാങ്ങിച്ചിട്ട് അവിടെ കൊടുത്തു. അവർ ഈ കട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ ഈ സാധനം ചെയ്തു തന്നു. സോ ദിസ് ഈസ് അബൌട്ട് മൈ സാരി ആൻഡ് ദിസ് ഈസ് ബനാറസ് സിൽക്ക് ബ്ലൗസാണ്, മിക്സ് ആൻഡ് മാച്ച് ചെയ്തതാണ് കേട്ടോ. സോ ഇതിനെപ്പറ്റി കേൾക്കാൻ ഇഷ്ടമുള്ള കുറച്ച് യങ് സുഹൃത്തുക്കൾ, എങ്ങനെ തന്നെയല്ല, സ്ത്രീകൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. സോ ദാറ്റ് ഈസ് വൈ ഐ ജസ്റ്റ് മെൻഷൻഡ് അബൌട്ട് ദിസ്. ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ സമയം കളയുന്ന, അല്ലെങ്കിൽ നമ്മുടെ ടൈം സക്ക് ചെയ്ത് വെറുതെ കുപ്പത്തൊട്ടിയിൽ കൊണ്ടുപോയി കളയുന്ന പോലത്തെ ആളുകളുണ്ട്. കണ്ടിട്ടുണ്ടോ? വെറുതെ ഇരിക്കുമ്പം ജസ്റ്റ് ഓക്കെ, കറക്റ്റാണ്, അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകുന്നതും സംസാരിക്കുന്നതും എല്ലാം ഓക്കെയാണ്. പക്ഷെ വെറുതെ ഒരു ഫോൺ ചെയ്തിട്ട് എവിടെയാ, വീട്ടിലാണോ, ശരി എന്നാൽ ഞാൻ അങ്ങോട്ട് വരികയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വരവുണ്ട്. ഒരുപാട് അടുത്ത സുഹൃത്തുക്കളാണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും വെറുതെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ഒരു ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, മേ ബി ഐ വാസ് ഗോയിങ് ടു ബേക്ക് എ കേക്ക്, അതാണെങ്കിൽ ഞാനത് മാറ്റി വെക്കണം. അല്ലെങ്കിൽ ഐ വാസ് പ്ലാനിങ് ടു ഗോ ടു എ ടെമ്പിൾ നിയർ ബൈ, ഒന്ന് നടന്നു പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. എൻ്റെ മനസ്സ് ഞാൻ അങ്ങനെ സെറ്റാക്കി വെച്ചപ്പോഴായിരിക്കും ഇവർ വരാൻ പോകണമെന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. കാരണം നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ, അവർ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഒക്കെ വരികയാണ് വീട്ടിലേക്ക് എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഞാൻ അത്ര സന്തോഷമാവാറില്ല എപ്പോഴും, കാരണം എനിക്ക് പല അജണ്ടാസ് ഉണ്ടാകും. അപ്പോൾ എൻ്റെ അജണ്ട കറക്റ്റ് ആണെങ്കിലും മാത്രമാണ് ഞാൻ അവർക്ക് സ്പേസ് കൊടുക്കുള്ളൂ. ഐ എം ലൈക്ക് ദാറ്റ്. അപ്പോൾ ആൾക്കാർ ചോദിക്കും, അപ്പോൾ ചേച്ചി ആർ യു സെൽഫിഷ്? അല്ല, എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ ടൈം കൊടുക്കാറുണ്ട്. ഞങ്ങളെല്ലാവരും പുറത്ത് പോകാറുണ്ട്, ടൈം ഫിക്സ് ചെയ്തിട്ട് ഞങ്ങൾ പുറത്ത് പോകും. പക്ഷേ എനിക്ക് ടൂ മച്ച് ഓഫ് ടൈം ഇങ്ങനെ പോയാൽ എനിക്ക് ഭയങ്കര വിഷമാണ്. ഐ വുഡ് ലൈക്ക് ടു റിസർച്ച്, I would like to read, I would like to write something or pen something in my journal. അതൊക്കെ എൻ്റെ സ്വകാര്യതയാണ്. അതിനകത്തേക്ക് എപ്പോഴും എനിക്ക് ഇഷ്ടമല്ല വരുന്നത്. അത് എൻ്റെ ഇഷ്ടമല്ലേ, ഞാൻ ഇഷ്ടമല്ല എന്ന് പറയുന്നത്. ഇഷ്ടമല്ല എന്ന് ആരെങ്കിലും പറയാൻ പാടില്ല എന്നുണ്ടോ? എന്നെ അമ്മ പറയും കേട്ടോ, ഇഷ്ടമല്ല എന്ന് പറയരുത്, അങ്ങനെയൊന്നും ആരോടും ബിഹേവ് ചെയ്യരുതെന്ന്. അമ്മ ഭയങ്കര നൈസാണ്, വളരെ ആരെയും അങ്ങനെ വെറുപ്പിക്കാത്തൊരു സ്വഭാവമാണ്. ആൻഡ് ഷീ നെവർ ഗോസിപ്സ് ഓൾസോ. എന്നാൽ ആ തരത്തിൽ ചെറുതായിട്ടൊക്കെ ഞാനൊക്കെ ഇരുന്ന് കേൾക്കാറുണ്ട്. ഗോസിപ്പ് കേട്ടതിൻ്റെ ഫലങ്ങളൊക്കെ ദുരനുഭവങ്ങളായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അമ്മ ഗോസിപ്പ് ചെയ്യാറില്ല, ഞാൻ കേട്ടിട്ടേ ഇല്ല. ഇനി ഞങ്ങൾ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ്റെ അടുത്ത് പറയാനുണ്ടാവുമായിരിക്കും, പക്ഷെ അത് അവരുടെ ഒരു ലിമിറ്റഡ് സ്പേസിലാണ് അവരങ്ങനെ യൂസ് ചെയ്യുള്ളൂ. അപ്പം നമ്മൾ നമ്മുടെ മക്കൾ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഗോസിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ലെറ്റ് ദം നോട്ട് ഗെറ്റ് ഇൻ ടു ദാറ്റ് ഹാബിറ്റ്. അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിൽ ചെറിയൊരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ, നമ്മൾ ഉണ്ടായേക്കാം, ചിലപ്പോൾ എല്ലാവർക്കും ആർക്കും ചിലർക്ക് ഉണ്ടായില്ല എന്ന് വരാം. അവരെല്ലാവരും ചെറുപ്പം മുതലേ നന്നായിട്ട് എന്താ പറയുക, വെൽ ബ്രോട്ടപ്പ് ആയിരിക്കാം. അവർ പറയണ്ടാവില്ല ഞങ്ങൾ ഒട്ടും ഗോസിപ്പ് ചെയ്തിട്ടില്ല ലൈഫിൽ നിന്ന്. അങ്ങനെയുള്ളവരാണെങ്കിൽ ഇറ്റ്സ് വെരി വെരി ഗുഡ്. കാരണം ഇതും ടൈം സക്കിങ് പ്രോസസ്സാണ്. എന്താ ഗുണമുള്ളത് നമ്മൾ വേറൊരാളുടെ വീട്ടിലെ കഥ അറിഞ്ഞിട്ട്? അല്ലെങ്കിൽ വേറെ ഒരു വീട്ടിലെ കുട്ടിക്ക് അഫെയർ ഉണ്ട്, അത് പൊളിക്കാൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചോദിക്കുന്നു. ഇതിലൊന്നും ഇൻഡൾജ് ചെയ്യരുത്. അത് അവരുടെ ലൈഫാണ്. അവർക്ക് പൊളിക്കണമെങ്കിൽ അവർ പൊളിച്ചോട്ടെ, അവർ നടത്തണമെങ്കിൽ അവർ നടത്തിക്കോട്ടെ. നമ്മളെ കല്യാണം വിളിക്കുകയാണെങ്കിൽ പോയി കൂടുക, ആ ഫുഡ് കഴിച്ചിട്ട് വരിക. അതിൽ കൂടുതലുള്ള ഇൻവോൾവ്മെൻ്റ് ഒന്നും നമ്മളുടെ കർമ്മയ്ക്ക് നല്ലതല്ല. സി വി ഹാവ് എൻ ഓറ, വി ഹാവ് എ കർമ്മ അല്ലേ. ആ കർമ്മയിലേക്ക് നമ്മൾ എന്തിനാണ് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും കൂടെ വലിച്ച് തലയിലേക്ക് വെക്കുന്നത്? പുറത്ത് നിന്ന് ഒരു കാഴ്ചക്കാരായിട്ട് കാണുക. നമ്മുടെ വീട്ടിലെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ കുട്ടികളുടെ പ്രോബ്ലംസ് ആണെങ്കിൽ അത് നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ തന്നെ വേണം അല്ലേ. ദെൻ വൈ ഷുഡ് വി ഇൻവോൾവ് ഇൻ അതേഴ്സ്? അവരുടെ ഇഷ്ടത്തിന് അവരെ അങ്ങ് വിട്ടേക്കുക. അവർക്കറിയാലോ, അവർ നമ്മളിപ്പോൾ ഒരു അഡൾട്ട്സ് അല്ലേ, അവർക്കും വന്നിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണ്. അവരും വന്നിട്ട് നന്നായിട്ട് എന്താ പറയുക, വെൽ സെറ്റിൽഡ് ആവണം എന്ന് ആഗ്രഹമുള്ളവരാണ്. പിന്നെ നമ്മളെ കണ്ടിട്ട് നല്ലത് ചിന്തിക്കും, നല്ല രീതിയിലേക്ക് വരികയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ
നമ്മളായിട്ട് പോയിട്ട് അവർക്ക് ഒരു വിധത്തിലുള്ള സഹായങ്ങളും വാഗ്ദാനം ചെയ്യരുത്. ഫോർ വാട്ട്? ഇല്ല ഇത് ശരിയല്ല കേട്ടോ, നിങ്ങളുടെ ഈ മകൾ ഇത്രയും നല്ല കുട്ടിയല്ലേ, അവർക്ക് ഇത് വരുത്തണ്ട, ഇത് കൊള്ളില്ല ഈ ബന്ധം, ഇതൊന്നും പറയാൻ പോവരുത്. ബിക്കോസ് നാളെ അവർ ആ വിവാഹം കഴിക്കും. അതായത് അടുത്ത വീട്ടിലെ കുട്ടിക്ക് ഒരു പ്രേമബന്ധം ഉണ്ടെങ്കിൽ ആ കുട്ടി ആ വിവാഹം കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതൊക്കെ പിന്നീട് ആ പയ്യനിലേക്ക് ചെല്ലും. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക്. സോ അവരെന്താ വിചാരിക്കുക? അവർ വിചാരിക്കും, ഓ ഇവര് ശരിയല്ല എന്ന് വിചാരിക്കും അല്ലേ. എൻ്റെ വീട്ടിലെ തന്നെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം കേട്ടോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററിന് ഒരു വിവാഹാലോചന വന്നു. ആ സമയത്ത് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. അതായത് പർട്ടിക്കുലർ ടൈമിൽ വെൻ ദറ്റ് പേഴ്സൺ കെയിം ടു സീ ഹിസ് സിസ്റ്റർ. പണ്ടൊക്കെ അങ്ങനെയാണല്ലോ, കാണാൻ വരിക എന്നിട്ട് ഉറപ്പിക്കുക. ആ സമയത്ത് ഞങ്ങൾ ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ ഇവിടെ എറണാകുളത്തേക്ക് വന്നിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ആ പയ്യൻ വന്നത്. വന്ന് കണ്ടിട്ട് പോയി. ഞങ്ങൾ തിരിച്ചു വന്നു. തിരിച്ചു ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഇങ്ങനെ തീരെ അങ്ങനെ അത്ര ഇതൊന്നും ഇല്ല എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ കേൾപ്പിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു അങ്ങനെ ചിന്തിക്കേണ്ട, കാരണം അവരൊരേ വയസ്സിലാണ്, 27-28 ഇയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി അങ്ങനെ ചിന്തിക്കേണ്ട, നല്ല ജോലി ഉണ്ടല്ലോ, സോ ലെറ്റ് us ഗോ ഹെഡ് വിത്ത് ദിസ്, വീട്ടിൽ പോയി നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ പോയി കാണുകയാണ്. എൻ്റെ ഹസ്ബൻഡൊക്കെ പോയി കണ്ടു. അത് കഴിഞ്ഞിട്ട് അങ്ങ് ഉറപ്പിക്കുകയാണ്. ബിക്കോസ് കൂടുതലൊന്നും നോക്കാൻ പോയില്ല, ബിക്കോസ് ടൈം വാസ് ഗോയിങ് ഫാസ്റ്റ്. ആ സമയത്തെ 1996 ഇറ്റ് വാസ് ക്വൈറ്റ് എന്താ പറയണേ, അത്രയും വയസ്സെന്നൊക്കെ പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് ഓവർ ഏജ് ആയെന്ന് പറയും. പിന്നെ ഒന്നും കിട്ടാതെയാവും. അത് കഴിഞ്ഞ് കുറേ നാളുകളൊക്കെ ആ പയ്യന് ഭയങ്കര ദേഷ്യം പോലെയായിരുന്നു ഞങ്ങളുടെ അടുത്ത്, എന്നോടും എൻ്റെ ഹസ്ബൻഡിനോട് പ്രത്യേകിച്ച്. അപ്പോൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. പിന്നീട് ഞങ്ങൾ ഫ്രണ്ട്സായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, അതായത് ഈ സിസ്റ്ററിലോടെ ഹസ്ബൻഡ് എന്നോട് പറയുകയുണ്ടായി, നിങ്ങളായിരുന്നു ഈ വിവാഹത്തിന് എതിര് എന്ന് ഞാൻ കേട്ടു എന്ന്. ആര് പറഞ്ഞു എന്നുള്ളതൊന്നുമല്ല, ഇതൊക്കെ ഒരു തരം ഗോസിപ്പാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം ഞാൻ പറഞ്ഞു ഒരിക്കലുമല്ല, അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. അതൊരു ക്ലാരിഫൈ ചെയ്യാനുള്ള അവസരം നമുക്ക് കിട്ടി അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള എന്താ പറയുക, ക്ലാരിറ്റി ഗീവിങ്ങിന് ഇതൊക്കെയാണ്. പക്ഷേ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിരുന്നെങ്കിൽ അത് ശരിക്കും ഞങ്ങൾ ഗോസിപ്പിൻ്റെ ഒരു പ്രേ ആവുകയില്ലായിരുന്നോ. കുറേ വർഷങ്ങളോളം ഞങ്ങളങ്ങനെ പ്രേ ആയിട്ട് ഇരുന്നു. ബിക്കോസ് ആൾക്കാർ തെറ്റിദ്ധരിക്കും. ആരുടെയെങ്കിലുമൊക്കെ തെറ്റ് നമ്മുടെ തലയിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ശ്രമിക്കും. അതേപോലെ തന്നെ നിങ്ങൾ അവിടെ ഇരുന്ന് വെറുതെ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്നത് നിങ്ങളുടെ കാതിൽ വീഴുന്നുണ്ട്. നിങ്ങളാണ് അവിടെ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റേ ഇല്ല ആ ഗോസിപ്പിലിങ്. ജസ്റ്റ് ഗോ എവേ ഫ്രം ദറ്റ് സീൻ. എന്താണെന്നറിയോ, അവിടെ ഇരുന്നാൽ പോലും നാളെ ഒരു ദിവസം ഇവർ ഈ പറയുന്ന ഗോസിപ്പ് സമൂഹത്തിൽ നിങ്ങളുടെ ചുറ്റുവട്ടങ്ങളിൽ അത് സ്പ്രെഡ് ആവുകയാണെങ്കിൽ അവിടെ ചാൻസ് ഉണ്ട്. എന്താണ്, ഈ കുട്ടിയും അതിനകത്ത്, അതായത് നമ്മളവിടെ ഇരിക്കുന്ന, ഞാൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ എന്നെയും എൻ്റെ പേരും അതിനകത്ത് വന്നേക്കാം. ആകെയായിരുന്നല്ലോ അത് പറഞ്ഞത് എന്നങ്ങ് ഒരൊറ്റ വാക്കിൽ ചിലപ്പോൾ അതുണ്ടാക്കി വിട്ട ആൾ തന്നെ പറഞ്ഞേക്കാം. അങ്ങനെ പല അനുഭവങ്ങൾ പല സ്ഥലത്ത് പലർക്കും ഉണ്ടായിട്ടുണ്ട്, എനിക്കും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ആ ഗോസിപ്പ് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല, അതിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ് നിങ്ങൾക്ക് തരണം ചെയ്യാൻ പറ്റില്ലെങ്കിൽ ബെറ്റർ ആ സ്ഥലത്തുനിന്ന് മാറിയിരിക്കുക കേട്ടോ. അതാണ് ബെറ്റർ. പിന്നെ ഇത് ഒരു തരത്തിലുള്ള ടൈം സക്കിംഗ് ആണ്. മറ്റുള്ളവരെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതും അവരുടെ ലൈഫിലേക്ക് ഇങ്ങനെ മൂക്കുന്നുണ്ടുന്നതും. ഞാൻ അതിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാം. കുറച്ച് നാളുകളായിട്ട് അതിനെനിക്ക് അബുദാബി വാസം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് എനിക്ക് ആരോടും അധികം സംസാരം ഇല്ലാണ്ടായി. പിന്നെ ആ കൊറോണ ടൈമിൽ ഞാനൊരു ഫ്രണ്ട്ഷിപ്പ് കൂടിയായിരുന്നു. ലൈക്ക് നല്ലൊരു കുട്ടിയായിരുന്നു, നന്നായിട്ട് സംസാരിക്കും, എന്നെപ്പോലെ എൻ്റെ പ്രശ്നങ്ങൾ കേൾക്കാനും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും. ആ കൊറോണ ടൈമിൽ വരുന്നൊരു പെട്ടെന്നുള്ളൊരു അറ്റാച്ച്മെൻറ്റിൽ വി യൂസ് ടു ടോക്ക് എ ലോട്ട്. അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ അവരും എന്നോട് കുറേ അടുപ്പം ഉണ്ടായി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ അടുപ്പത്തിന് വല്ലാത്തൊരു വിള്ളൽ. കാരണം അവരുടെ വീട്ടിൽ എൻ്റെ പേര് പറഞ്ഞിട്ടാണ് പല കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നത്. ആകച്ചിച്ചി പറഞ്ഞല്ലോ ഇങ്ങനെ ചെയ്യണം അങ്ങനെ പറയാൻ തുടങ്ങി. ദാറ്റ് ഈസ് റോങ് അല്ലേ. ഞാൻ അറിഞ്ഞിട്ടേ ഉണ്ടാവില്ല. ബിക്കോസ് അവരെ കേൾക്കുന്ന അവരുടെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചിട്ടേ ഇല്ല ഞാൻ എന്തൊക്കെയാണ് സംസാരിക്കുന്നതെന്ന്. ഇതൊരു ടൈം പാസ് ടോക്ക് ആയിരുന്നു. ഐ വാസ് ജസ്റ്റ് ഓൺലി ഗീവിങ് ഇയർ ടു ഹെർ പ്രോബ്ലം. അങ്ങനെ ഒരു വലിയ അബദ്ധം എനിക്ക് തന്നെ പറ്റുകയുണ്ടായി. അത് പിന്നെ ഞാൻ വളരെ കെയർഫുള്ളാണ്. ഒരു ഫ്രണ്ട്സിൻ്റെ അടുത്തും എൻ്റെ അഭിപ്രായം എന്താണെന്ന് പറയാൻ ഞാൻ തയ്യാറല്ല ഇപ്പോൾ.
കാരണം എൻ്റെ ലൈഫ് ഞാൻ പറയും, ദാറ്റ് ഈസ് മൈ ലൈഫ് അല്ലേ, അത് പറയണതിന് എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഷെയർ ചെയ്യുന്നതിന് കുഴപ്പമില്ലെങ്കിൽ ഞാൻ പറയും. പക്ഷെ അവർ ഷെയർ ചെയ്യാത്ത കാര്യങ്ങൾ ചോദിക്കൽ ഞാൻ നിർത്തി. എൻ്റെ ഒരു സ്വഭാവമായിരുന്നു അങ്ങനെ. എന്താ പറ്റിയത്, ക്യാൻ ഐ ഹെൽപ്പ്, അങ്ങനെ. ഇപ്പോൾ ഒത്തിരി പേര് എന്നോട് ഹെൽപ്പ് ചോദിച്ചിട്ട് ഇവിടെ വരുന്നുണ്ടല്ലോ, ലൈക്ക് സോഷ്യൽ മീഡിയയിൽ. ദാറ്റ് ഐ എം ഗിവിങ് ബിക്കോസ് ഐ എം ഓഫറിങ് ദം സം കൈൻഡ് ഓഫ് അഡ്വൈസസ്. എൻ്റെ എക്സ്പെർട്ടൈസിലുള്ള കാര്യങ്ങൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബിക്കോസ് അവർക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടാകുന്നുണ്ടെന്ന് പറയുന്നവരുടെ അടുത്ത് മാത്രം കേട്ടോ. അപ്പോൾ ടൈം സക്കേഴ്സ് എന്ന് പറഞ്ഞു വരുന്ന ഈ കൂട്ടരുണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കാൻ വരുന്നത്, അല്ലെങ്കിൽ വെറുതെ അതിൽ പോയപ്പോൾ കയറിയതാന്ന് പറയും. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു കൊലീഗ്, ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് ECRലാണ്. ECR എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് കോസ്റ്റ് റോഡ്. ചെന്നൈയിൽ താമസിക്കുന്നവർക്ക് എല്ലാം ഫേമസ് ആണ് അത്. ഇറ്റ് ഈസ് എ ഹാപ്പനിങ് പ്ലേസ്. കുറച്ചൊരു നല്ല വെൽ ഓഫ് ആയിട്ടുള്ള ആൾക്കാർ സെറ്റിൽ ചെയ്തിരിക്കുന്ന ആ റോഡിൻ്റെ അറ്റത്ത് നീലാങ്കരൈ അങ്ങനെയൊക്കെ പറഞ്ഞ നല്ല നല്ല ഹൗസിങ് കോളനീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ഒരു അറ്റത്തായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. ഇറ്റ് വാസ് ടുവേർഡ്സ് തിരുവാൻമിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ ഇതിൻ്റെ മുഖമാണത്, അതായത് ECRലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫേസാണ്, ലൈക്ക് ഡോർ വേ, ഗേറ്റ് വേ എന്നൊക്കെ പറയുന്ന പോലെയാണ് തിരുവാൻമിയൂർ. അവിടെ നിന്നാണ് ഇങ്ങനെ ECRലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ പല സ്പോട്ട്സും ഉണ്ട്. ഇങ്ങനെ ഈ വിനോദയാത്രയ്ക്ക് വേണ്ടി ആളുകൾ വരുന്നതുണ്ട്. ഇങ്ങനെ ഈ VGP എന്നൊക്കെ പറഞ്ഞിട്ട് അമ്യൂസ്മെൻറ്റ് പാർക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികളെയൊക്കെ കൊണ്ടിട്ട് ഒരുപാട് പേര് വരും. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് കൊലീഗ് ഒരു ലേഡി, എൻ്റെ ഹസ്ബൻഡും പിള്ളേരും ഒക്കെ ആയിട്ട് ദേ ജസ്റ്റ് കെയിം ഫോർ സം ജോയ് റൈഡൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ, ബിക്കോസ് നമ്മളെല്ലാവരും വർക്കിംഗ് ആണ്, സാറ്റർഡേ സൺഡേ പറഞ്ഞാൽ ഹെക്റ്റിക് ആയിരിക്കും. സൺഡേ ഈവനിങ് ആയിരിക്കും ഒരു മൂവിയൊക്കെ കണ്ടിട്ട് ഒന്ന് നല്ലപോലെ എണ്ണയൊക്കെ തേച്ച് കുളിച്ച് നല്ല നൈറ്റിയൊക്കെ ഇട്ട്, ജസ്റ്റ് നൈറ്റി ഇട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, വിൽ ബി ഫ്രീ. അതായത് എനിക്ക് നൈറ്റ് ഡ്രസ്സോടുകൂടി വേറെ ആരുടെയും മുമ്പിലൊക്കെ വരുന്നത് ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ആ സമയത്ത് വിളിക്കുകയാണ് ഞങ്ങൾ, എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, അതായത് ഒരു ഹാപ്പനിങ് പ്ലേസിൽ ആണ് ചോദിക്കുന്നത്, അരവിന്ദ് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ചായ കുടിക്കാൻ നല്ല സ്ഥലമുണ്ടോ? മനസ്സിലായോ? സി, ഇതിനൊക്കെ എന്താ പറയാന്നറിയോ? ദിസ് ആർ ഓൾ, ഇതൊക്കെ കടന്നുകയറ്റങ്ങൾ തന്നെ ഞാൻ പറയുന്ന ഒരു അവസ്ഥയാണിത്. അത് മാത്രമല്ല, ഒന്നത് സെക്കൻഡ് തിങ് വന്നിട്ട്, ഏത് കടന്നുകയറ്റങ്ങളാണ് ഇതെന്ന് ഞാൻ പറഞ്ഞാൽ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, എന്നാൽ വരൂ ഇങ്ങോട്ട്. ചിലരങ്ങനെയല്ലേ, ഓ നിങ്ങൾ ചായ കുടിക്കാനാണോ സ്ഥലം അന്വേഷിക്കുന്നത്, വരൂ എൻ്റെ വീട്ടിലേക്ക് വരൂ എന്ന് പറഞ്ഞ് വിളിക്കാമല്ലോ. എൻ്റെ ഹസ്ബൻഡ് എന്നെ ഇങ്ങനെ നോക്കി, ഞാൻ ഇങ്ങനെ കാണിച്ചു. ബിക്കോസ് ഐ ഡോണ്ട് വോണ്ട് ടു. എൻ്റെ ആരും അല്ല, അവർ ഹസ്ബൻഡിൻ്റെ കൊലീഗാണ്, അവരുടെ ഫാമിലിയാണ്. ദേ ജസ്റ്റ് ഗോൺ സംവെയർ. അവർ തിരിച്ചു വരുന്ന വഴിക്കാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ ഒന്ന് കയറിയിട്ട് ചായ കുടിച്ചിട്ട് പോകാൻ. എനിക്ക് എന്തോ ഇങ്ങനെയുള്ള പരിപാടി, അങ്ങനെയാണെങ്കിൽ എന്നോട് രാവിലെ പറയണം. എൻ്റെ അടുത്ത് രാവിലെ പറയണം, തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ അതിൽ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഐ വിൽ ഷെഡ്യൂൾ. ദിസ് ഈസ് വാട്ട് ഐ എം ടെല്ലിങ്. ഈ കടന്നുകയറ്റങ്ങൾ നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ കൊച്ചാക്കുകയും ചെയ്യും. ഈ എന്നെ പോലെ ഉള്ള ആളുകൾ റൂഡായിട്ട് പെരുമാറി എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്യും അല്ലേ. എന്തിനാണ് അതിന് അവസരം കൊടുക്കാൻ പോകുന്നത്? ഇനിയൊരു കാര്യം കൂടെ പറയാം. നമ്മൾ ഈ വലിയ വലിയ സിറ്റീസിലേക്ക് ചെല്ലുമ്പോഴേ നമ്മൾ മറ്റുള്ളവരുടെ ഡ്രോയിങ് റൂമിൽ ചെന്നങ്ങ് അടിയരുത്. ചില ആളുകളൊക്കെ ഉണ്ട്, 1 ഡേക്കല്ലേ അങ്ങനെ വരുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനിയനോ ചേട്ടനോ പെങ്ങളോ ഒക്കെ അല്ലാതെ ഉള്ള ആളുകളുടെ അടുത്ത് കഴിയുന്നതും ഇഫ് ദേ ജസ്റ്റ് PGക്കൊക്കെ അക്കോമഡേഷൻ കൊടുക്കുന്ന അത് ആ സാഹചര്യം അനുസരിച്ചാട്ടോ ഞാൻ പറയുന്നത്. ചിലരൊക്കെ PGക്ക് കൊടുക്കുന്നുണ്ട്, അവരുടെയൊക്കെ വീടുകളിൽ പോകാം, യു ക്യാൻ പേ ആൻഡ് സിറ്റ്. അല്ലാതെ കണ്ട് ഫാമിലി ആയിട്ട് കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫ്ലാറ്റ്സിലേക്ക് താമസിക്കുമ്പോൾ ഇറ്റ്സ് ബെറ്റർ നോട്ട് ടു ലാൻഡ് ഓൺ ദർ എന്താ പറയുക, കൗച്ച്. മനസ്സിലായ? കൗച്ചിൽ ഉറങ്ങുക, ഫ്രണ്ട്സ് വരുമ്പോൾ ബെഡ്റൂം വിട്ടു കൊടുത്തിട്ട് ബാക്കിയുള്ളവരെല്ലാം കൗച്ചിൽ ഉറങ്ങുക. ഈ ഒരു പരിപാടി ഞാൻ എന്നേ നിർത്തിയെന്നറിയോ? ഞങ്ങളുടെ ചേച്ചി ഉണ്ടായിരുന്നു, ഐഷ ചേച്ചി എന്ന് പറഞ്ഞിട്ട്. ആ ചേച്ചിക്ക് ഇപ്പം ഇല്ല കേട്ടോ. ഐഷ ചേച്ചി ഭയങ്കര ഹോസ്പിറ്റാലിറ്റിയാണ് ആ ചേച്ചിക്കും ആ ചേട്ടനും. അവർ രണ്ടുപേരും അമ്മയുടെ വീട്ടിലാണ്, അമ്മയുടെ ബ്രദറിൻ്റെ മോളാണ്. ബാംഗ്ലൂരിലായിരുന്നു താമസം. അവർ മാത്രമേ ഉള്ളൂ അന്ന് ബാംഗ്ലൂരിൽ, ഔട്ട്സൈഡ് ഇത്. പിന്നെ ചെന്നൈയിലും ഉണ്ട്. കുറേയൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ ഞാനൊക്കെ ചെന്നൈയിലും ബാംഗ്ലൂർക്കൊക്കെ വന്നത്. ഞങ്ങളൊക്കെ കുഞ്ഞായിരുന്നപ്പോഴൊക്കെ ആര് ഏതിലേ പോയാലും ശരി, ഓൾമോസ്റ്റ് എവ്രി വൺ ഫ്രം ആർ ഫാമിലിയിൽ അവരുടെ ആ കൗച്ചിൽ വന്ന് വീണിട്ടുണ്ട്. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഒന്ന് ഓരോരോ ആൾക്കാരാണ് അവിടെ വന്നിട്ട് സെറ്റിൽ ആവുക. എന്തിനാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. നമ്മൾ പഠിക്കാൻ പോവുകയാണെങ്കിൽ ഒരു ഹോസ്റ്റൽ കണ്ടുപിടിക്കുക, 1 or 2 days ഇറ്റ് ഈസ് ഓക്കെ. പക്ഷേ ഇവരുടെ വീട്ടിൽ ഒരു ദിവസം ഒരാൾ വന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഒരാൾ, പിന്നെ ഒരു ദിവസം ചേട്ടൻ്റെ വീട്ടിൽ നിന്ന്, അങ്ങനെ മാറി പോയിക്കൊണ്ടിരിക്കുകയാണേ. അങ്ങനെ വരുമ്പോൾ
അവർക്കൊരു പ്രൈവസി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. ഇവർ ജോലിക്ക് പോയി വന്നിട്ട് ഈ വരുന്ന ആൾക്കാർക്കെല്ലാം ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക. ആ വീട്ടിൽ സ്ത്രീയുടെ ബന്ധപ്പാടൊന്നും ആലോചിച്ച് നോക്കൂ. അത്ര വലിയ സെറ്റപ്പും അല്ല. അപ്പൊ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് എന്തിനാണ് നമ്മൾക്ക് കേരളൈറ്റ്സിനാണ് ഇങ്ങനെയുള്ള ഒരു ഒരു സ്വഭാവം ഉള്ളത് കേട്ടോ. അതിലേക്ക് അങ്ങനെ കടന്ന് കയറരുത് മറ്റുള്ളവരുടെ സ്പേസിലേക്ക്. സോ ഈ ഒരു കടന്നു കയറ്റം. പിന്നെ സെക്കൻഡ് തിങ്, ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയാവേ. ഞാൻ കണ്ടതുമാണ് കേട്ടോ. ഇപ്പൊ ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന പെൺകുട്ടികൾക്കൊന്നും അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലായിരിക്കും. അവരിങ്ങനെ ചോദിക്കും, ഡു യു ഹാവ് ടൈം ഫോർ എ സ്മോക്ക്? ചില ആളുകൾ ചോദിക്കുന്നതാ. ഈ കണ്ട കാഴ്ചയാണ്. അപ്പൊ ഈ രണ്ട് സ്മോക്കിംഗ് പാർട്ട്നേഴ്സ് ഇവരുടെ വീട്ടിലേക്ക് ഇങ്ങ് വരിക. അതായത് ഈ ബാച്ചിലറേറ്റ് ആയിട്ട് താമസിക്കുന്ന, അല്ലാതെ സ്പിൻസ്റ്റർന്നോ എന്ത് വേണമെങ്കിലും പറഞ്ഞു. സ്പിൻസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരുപാട് വയസ്സുള്ളവരെയാ പറയണേന്ന് പറയും. ശരി പോട്ടെ, കല്യാണം കഴിക്കാത്ത ലേഡീസ് ഉണ്ടാവുമല്ലോ. അൾട്രാ മോഡേണിസത്തിന്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കും അവരും അങ്ങനെ ചൂസ് ചെയ്യുന്നവർ. അപ്പോൾ അവരോട് പെട്ടെന്ന് വിളിച്ചിട്ട് കെൻ ഐ കം ഫോർ എ സ്മോക്ക് എന്നൊക്കെ ചോദിക്കുന്ന കേൾക്കാം. അവർ അതിൽ പെട്ടെന്ന് കഷ്ടപ്പെടുന്ന കണ്ടിട്ടുണ്ട് ആ സ്ത്രീകൾ. അയ്യോ, നമുക്ക് ഇങ്ങനെ ഒരു ബാഡ് ഹാബിറ്റ് ഉണ്ടായതുകൊണ്ട് എല്ലാവരും നമ്മുടെ വീട്ടിലേക്കാണോ കയറി വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തു അവർക്ക്, നോ പറയാൻ പഠിക്കൂ. That doesn't mean that you have to come at any time to my lounge and sit and smoke just because I am living alone, അല്ലേ? കാരണം അവന്മാരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. കാരണം അവരുടെ വീട്ടിൽ ഭാര്യയുണ്ട്. അവർ സ്ട്രിക്റ്റ് ആയിട്ട് പറയും, നോ, ഇതെന്താ ഇത് സ്മോക്ക് ചെയ്യാനുള്ള സ്ഥലമാണോ? ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡാണേ. സ്മോക്കിംഗ് ഈസ് റിയലി വെരി 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 ഹസാർഡസ് ടു ഹെൽത്ത്. എത്ര പേർക്കാണ് ലങ് ക്യാൻസർ വന്നിട്ട് പ്രശ്നത്തിൽ ആവണത് അല്ലേ? അവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവർ ഈ പറഞ്ഞ സാധനം പുറത്തേക്ക് വിടുമ്പോൾ വീട്ടിലുള്ള ആൾക്കാർക്ക് കുഴപ്പമാണെന്ന് എന്താ ഓർക്കാത്തത് പാസീവ് സ്മോക്കിങ്ങിൽ? സോ വൈ ഡോണ്ട് യു ജസ്റ്റ് ഗെറ്റ് റിഡ് ഓഫ് ഓൾ ദീസ് ബാഡ് ഹാബിറ്റ്സ് അല്ലേ? അയ്യോ, നിങ്ങൾ ആരാ അത് പറയാനെന്ന് ചോദിക്കും. ഞങ്ങളുടെ പേഴ്സണൽ ലിബർട്ടിയാണ്, പേഴ്സണൽ സ്പേസ് ആണ്. ഓക്കെ, ഐ ലീവ് ഇറ്റ് ടു യു. അതല്ല ഇപ്പം ഇവൻ്റെ ടോപ്പിക്ക് വന്ന് ടൈം സക്കേഴ്സ് ആണ്. അപ്പോൾ ഈ ടൈം സക്കറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇതും ടൈം സക്കേഴ്സ് ആണ്. കമ്മിങ് ആൻഡ് ലാൻഡിങ് ഓൺ യുവർ കൗച്ച് എവറി നൗ ആൻഡ് ദെൻ. അതൊന്ന്. പിന്നെ സെക്കൻഡ് തിങ്, ഈ എനിക്ക് സംഭവിച്ച ഒരു കഥയും കൂടെ പറയാവേ. ഞാൻ വന്ന് ചെറുപ്പമായിരുന്ന സമയത്ത് ഞാൻ പ്രാക്ടീസ് ചെയ്യണം. ആ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ വി നീഡ് ടു ഹാവ് ദിസ് നെറ്റ്വർക്കിംഗ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ വക്കീലന്മാരെ ഇങ്ങനെ ഒരു വക്കീലുണ്ടെന്ന് എല്ലാവരും അറിയുള്ളൂ അല്ലേ? സോ ഐ യൂസ് ടു നെറ്റ്വർക്ക് എ ലോട്ട്. എനിക്ക് ആരുടെ അടുത്തെങ്കിലുമൊക്കെ കണക്ഷൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവരെ വെറുപ്പിക്കാതിരിക്കാൻ നോക്കും. അങ്ങനെ കിട്ടിയ ഒരു ഫ്രണ്ടാണ് അദ്ദേഹം. ഈ ഇൻഷുറൻസ് LIC ഒക്കെ അങ്ങനെ കൊടുക്കുന്ന ആളാണ് കേട്ടോ. ഒരു 70-75 ഇയേഴ്സ് ഉണ്ട് അദ്ദേഹത്തിന്. എനിക്കൊരു 35 ഇയേഴ്സും ഉണ്ട്. ആ സമയത്ത് അദ്ദേഹത്തിന് വരുന്ന ലെറ്റേഴ്സ് ഇതെല്ലാം എന്നെ കൊണ്ട് ചെയ്യിക്കുമായിരുന്നു. ബിക്കോസ് എനിക്ക് കുറച്ചുകൂടെ ഇത് എന്താ പറയുക, ഇംഗ്ലീഷ് പരിജ്ഞാനമുണ്ട്. പിന്നെ ഐ ക്യാൻ ജസ്റ്റ് ഡു സം സ്മോൾ വർക്ക് ഫോർ ഹിം. അങ്ങനെ പിന്നെ ഹീ വിൽ ബ്രിങ് ക്ലയൻസ്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഒന്നിച്ച് ചെയ്യുകയൊക്കെ ചെയ്യണം. കാരണം ഐ യൂസ് ടു എൻ്റർടൈൻ ദിസ് ഗൈ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പെട്ടെന്ന്, അപ്പോൾ ഞങ്ങൾ ചെന്നൈയിലായിരുന്നു താമസം, ബാംഗ്ലൂർക്ക് ജോലി കിട്ടി പോവുകയാണ് കേട്ടോ. അപ്പം ഞാനിവിടെ ഒറ്റയ്ക്കായി, ഞാനും മോളും. ഒറ്റയ്ക്ക് മീൻസ് മോളുണ്ട്. അപ്പം ഞാൻ ഓഫീസിൽ നിന്ന് വന്നിട്ട് അല്ല ഇങ്ങനെ ബ്ലാക്ക് ഇതിട്ടിട്ട് ടൈ ഒക്കെ ഇട്ടിട്ടാണല്ലോ വക്കീലന്മാർ പോകുക. അതൊക്കെ കാറിൽ ഇങ്ങനെ അഴിച്ച് വെച്ചിട്ടുണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. ഈ ബ്ലൗസും ഈ വൈറ്റ് സാരിയോട് കൂടി ഞാൻ ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹം വരും കേട്ടോ. 1-2-3 പ്രാവശ്യം വന്നുള്ളൂ. അങ്ങനെ വന്നിട്ട് അവിടെ ഇരിക്കുക. എനിക്ക് മോൾക്ക് ഫുഡ് കൊടുക്കണം, മോളോട് സംസാരിക്കണം. മോള് ചെറുതല്ലേ, മോള് പ്ലേ സ്കൂളിലെ കാര്യങ്ങൾ പറയണം. ഇതെല്ലാം ഇരുന്നിട്ട് പോയില്ല. എനിക്കാണെങ്കിൽ പോകാൻ പറയാൻ പറ്റുന്നില്ല. ബിക്കോസ് ഐ എം ഒബ്ലൈജ്ഡ് അല്ലേ. എന്ത് ചെയ്യുമെന്നിങ്ങനെ ആലോചിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചേ എന്തെങ്കിലും ആവട്ടെ, നമ്മൾ നമ്മുടെ സ്പേസ്. അന്ന് മുതലേ ഉള്ള എൻ്റെ തൻ്റെ ഇടമാണ് ഞാൻ പറയണേ. ഞാൻ എന്നിട്ട് അടുത്ത ദിവസം അദ്ദേഹം വന്നപ്പോൾ ചായ കുടിച്ചിട്ട് പറഞ്ഞേ, ചേട്ടാ 10 മിനിറ്റ് കൊണ്ട് ചായ കുടിച്ചിട്ട് കാര്യം പറഞ്ഞിട്ട് പോകണം കേട്ടോ. ഇന്നലെ മോള് ഭക്ഷണം കഴിക്കാതെ ഉറങ്ങി, എനിക്ക് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ എല്ലാ ദിവസവും വന്നിട്ടുണ്ട്. അപ്പോൾ പറയണേ, നിങ്ങൾക്കൊരു ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ പറയുമോ? 10 മണി വരെയൊക്കെ ക്ലയൻസിനെ കാണുന്ന വക്കീലന്മാരില്ലേ? അപ്പം ഞാൻ പറഞ്ഞു, നോക്ക്, ഞാനൊരു ബഡ്ഡിങ് ലോയറാണ്. ഞാൻ ഓഫീസിൽ എൻ്റെ സീനിയറുടെ ഓഫീസിൽ ജോലി ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് ഇതിൽ നിന്ന് എനിക്ക് വലിയ കിട്ടപ്പോരൊന്നുമില്ല ഈ പറഞ്ഞു കൊടുക്കണേനും ചെയ്തു കൊടുക്കുന്നതിനൊക്കെ. പിന്നെ പകുതി നേരവും ഈ പറഞ്ഞ ഗോസിപ്പാണ്. 10 പൈസയ്ക്ക് വിലയില്ലാത്ത കാര്യം ആരുടെയൊക്കെയോ ഞാൻ അറിയില്ല. അങ്ങനത്തെ ആളുകളുടെയൊക്കെ കഥകൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ദിസ് ഇസ് വേസ്റ്റ് ഓഫ് മൈ ടൈം. ഞാൻ പച്ചയായിട്ട് മലയാളത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ, അങ്ങനെയാണെങ്കിൽ വരണ്ട, എനിക്ക് അങ്ങനെ ചേട്ടന് എനിക്ക് ജോലി തരണം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ സാറ്റർഡേയ്സ് ഞാൻ അവിടെ നിങ്ങളുടെ ഓഫീസിൽ വരാം. ഇവിടെ വീട്ടിൽ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്പേസ് പോവാണ്. സാറ്റർഡേയ്സ് എൻ്റെ ഹസ്ബൻഡ് ബാംഗ്ലൂരിൽ നിന്ന് വരികയും കൂടെ ചെയ്യാണ്, സാറ്റർഡേയും സൺഡേയും. എന്നാലും ഞാൻ ഒരു 2 അവർ, കാരണം എൻ്റെ സമയം എൻ്റെ കൺട്രോളിലാണ്. അപ്പോൾ ഐ ക്യാൻ ഗോ ദർ, ടേക്ക് വാട്ട് എവർ ഇസ് റിക്വയർഡ് ഫ്രം ഹിം ആൻഡ് ഡു ദ വർക്ക് ആൻഡ് കം ബാക്ക്. അതേ എനിക്ക് പറ്റുള്ളൂ എന്ന് പറഞ്ഞു.
അത് കറക്റ്റായിട്ട് കൊണ്ടു. കുറച്ചൊരു ചെറിയ വിഷമത്തോടു കൂടിയാണെങ്കിലും അദ്ദേഹം, എന്നാലും ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം. നിങ്ങൾ ഒരാളെ കൊണ്ട് പറയിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ തന്നെ മനസ്സിലാക്കണം. ഇത്രയും 70-75 വയസ്സായ ആൾക്കാർക്ക് ഒരു ഔചിത്യബോധം ഇല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ടൈം പാസ്, ഒരു ടീ ഒക്കെ കുടിച്ച് വെറുതെ ഇരിക്കുകയാണല്ലോ പകൽ മുഴുവൻ വീട്ടിൽ. ആ സമയത്ത് നമ്മളെ വീട്ടിലേക്ക് വന്നിട്ട് അങ്ങനെയായിരുന്നു ആ ഒരു എപ്പിസോഡ്. അപ്പം ഞാനത് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. പിന്നെ ഇതേപോലെ തന്നെ ഇങ്ങനെ അവിടെ ഒരു കമ്മ്യൂണിറ്റി ആക്ടിവിറ്റി ഉണ്ട്, അതിനകത്ത് ഞാൻ പൈസ കൊടുക്കുമായിരുന്നു. ലൈക്ക് മന്ത്ലി 500 റുപ്പീസ് എന്തോ ആണ് അവിടുത്തെ ഫുഡിന്, 10 പേർക്കുള്ള ഫുഡ്. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വരുമായിരുന്നു. അയാൾ ഈ ആക്ടിവിറ്റിയുടെ കാര്യം പറഞ്ഞിട്ടൊരു നോട്ടീസായിട്ട് വരും. നമ്മൾ അറിയുന്ന ഒരാളൊക്കെ തന്നെയാണ്, കോമൺ ഫ്രണ്ടാണ്. അദ്ദേഹം ഇതുപോലെ തന്നെ അങ്ങ് അകത്തേക്ക് ഞാൻ പറയാം, അത് തരൂ, ഞാൻ പൈസ തന്നേക്കാം എന്ന് പറഞ്ഞിട്ടേ അന്ന് ഞാൻ അകത്ത് കയറ്റി ഇരുത്തി. കാശ് കൊടുത്തിട്ടും പോകുന്നില്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ജോലിയുണ്ട്, പറയുന്നില്ല, പോകാനുള്ളതേ ഇല്ല. ഓരോന്നായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താണ് ഇങ്ങനെ ടൈം സക്ക് ചെയ്യണം മറ്റുള്ളവരുടെ? ബിക്കോസ് ഐ എം എ ലേഡി ആൻഡ് യെസ് ഓഫ് കോഴ്സ് ഐ വാസ് ക്വൈറ്റ് അട്രാക്റ്റീവ് എന്ന് പറഞ്ഞ് കണ്ട ആൾക്കാരുടെയൊക്കെ മുമ്പിൽ ചെന്നിരുന്ന് അവരെ സുഖിപ്പിക്കാൻ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഞാൻ വക്കീലാണെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ജോലിയുണ്ട്, പ്ലീസ് നിങ്ങൾ ഇത് പോകും. അപ്പോൾ 500 രൂപ എന്ന് കൊടുത്തിട്ട് അങ്ങേരില്ല, എനിക്ക് റെസിറ്റ് തരാതെ പോക്കറ്റിലിട്ടിട്ട് പോയി. അതോടുകൂടി ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തു. എവിടെ പോയെന്നറിയാം? 500 രൂപയൊക്കെ ഉണ്ടല്ലോ 97, 98 ഇറ്റ് ഈസ് ലൈക്ക് ഒരു മാസത്തെ പലവ്യഞ്ജനക്കടയിൽ 1000 രൂപയാവത്തുള്ളൂ. അപ്പം ഒന്ന് ആലോചിച്ച് നോക്ക്, അതെങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന പൈസ എങ്ങനെ ആളുകൾ വന്നിട്ട് എടുത്തുകൊണ്ട് പോകുന്നതെന്ന്. സോ ദാറ്റ് വാസ് ഇൻ തമിഴ്നാട്. മലയാളി അസോസിയേഷൻ്റെ ഒരു വിങ് ആയിരുന്നു അത് ഏത് അസോസിയേഷനാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ സ്റ്റിൽ ഐ സ്റ്റോപ്ഡ് ഡൂയിങ് ദാറ്റ്. അപ്പോൾ കേട്ടോ, ഇതൊക്കെ ഒരു അനുഭവങ്ങളാണ്. അപ്പം നിങ്ങൾ ഈ ടൈം സക്കേഴ്സിന് നിങ്ങൾ നോ എന്ന് പറഞ്ഞ് അവിടെ തന്നെ നോ പറഞ്ഞോളൂ. പിന്നെ കുഴപ്പമില്ല, അവർ വന്നില്ലെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. എന്താ അവർ വന്നില്ലെങ്കിലും നമ്മളെ അവരെന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പോണ്ട, അങ്ങനെ ഒരു വിചാരമായിരുന്നു എനിക്ക്. ദാറ്റ് ഈസ് വൈ ഐ തോട്ട് ഐ വിൽ ജസ്റ്റ് സ്വിച്ച് ടു കോർപ്പറേറ്റ് സെക്ടർ. എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത്ര ഒരു പ്രശ്നങ്ങളായിരുന്നു ഇത്. എപ്പം നോക്കിയാലും ആ സമയത്ത് ഫോൺ ചെയ്യുക. ഇനി ഒരാളുണ്ടായിരുന്നു, ഇയാൾ ഞാൻ താമസിക്കുന്ന വീട് അന്വേഷിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെയാണ് വരുന്നത്. ജസ്റ്റ് ഫോർ അഡ്വൈസ് എന്ന് പറയും. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ വർക്ക് ഉണ്ടാവും ചെയ്യാനായിട്ട്, വല്ല നോട്ടറിയോ അങ്ങനെയൊക്കെ. അത് എൻ്റെ കയ്യിൽ തന്നിട്ട് അവിടെ 1000 നോട്ടറീസ് ഉണ്ടാവും. ഞാൻ ഹൈക്കോടതി പോകുമ്പോൾ അത് സീൽ ചെയ്യിപ്പിച്ച് കൊണ്ടുവന്നിട്ട് പിന്നെ അത് വാങ്ങിക്കാൻ വരും. ഇങ്ങനെ ഒരു ശല്യങ്ങളായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്, അപ്പോൾ എനിക്കൊരു ചെറിയ വർക്ക് തന്നു എന്നുള്ള പേരായതുകൊണ്ട് നെക്സ്റ്റ് ടൈം അദ്ദേഹം ഫോൺ ചെയ്യുമ്പോൾ ഞാൻ എടുക്കുമല്ലോ. ഒരു പ്രാവശ്യം എടുത്തിട്ട് ഒരാവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് പറയണം. അവിടെ ഇങ്ങനെ ശോഭനയുടെ അമ്മായി മരിച്ചു, ശോഭനയല്ലേ നമ്മുടെ നടി, മരിച്ചെങ്കിൽ എനിക്ക് എന്താ പത്മിനി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ ഇതിന് ആവശ്യത്തിന് ഇങ്ങേര് പോയി അത് ചെയ്തു കൊടുത്ത് ഇത് ചെയ്തു കൊടുത്ത് ഒരു തരം തള്ളൽ, പൊങ്ങച്ചം. ഇത് തന്നെ ആയതുകൊണ്ട് എനിക്ക് ആ സമയം അങ്ങോട്ട് വെറുതെ പോകുന്ന പോലെ തോന്നുമായിരുന്നു. അപ്പം ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഫോൺ എടുക്കാതെ ഒരു ദിവസം ഞാൻ കണ്ടു, എൻ്റെ വീടിൻ്റെ ചുറ്റിനും ഇങ്ങനെ പോകുന്നു ബൈക്കിൽ. മലയാളിയാണ് കേട്ടോ, എല്ലാം എബവ് 60s ആയിട്ടുള്ള ആൾക്കാരാണ്, ഒരു പണിയില്ലാണ്ടിരിക്കുന്ന ആൾക്കാരാണെന്ന് തന്നെ വെച്ചോളൂ. ദീസ് ആർ കോൾഡ് ടൈം സക്കേഴ്സ്. ഇവർ നമ്മുടെ സമയം വെറുതെ കളയത്തേ ഉള്ളൂ. എന്തിനാ നമ്മൾ അപ്പോൾ അത് എൻ്റർടൈൻ ചെയ്യാതിരിക്കുക. അങ്ങനെ ഞാനത് എടുക്കാതെ. അപ്പം ഇങ്ങനെയൊക്കെ നമ്മളുടെ ക്ലെയർ വൈൻസ് ഉപയോഗിച്ച് വേണം നമ്മൾ ജീവിക്കാനായിട്ട്. ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ, സിറ്റിയിലേക്ക് മാറി ജീവിക്കുമ്പോൾ, അച്ഛനമ്മമാരുടെയൊക്കെ ഒരു സപ്പോർട്ടില്ലാതെ വരുമ്പോൾ ഒക്കെ ഉണ്ടല്ലോ. ബിക്കോസ് അവരിവിടെ ആയിരിക്കുമല്ലോ, നാട്ടിലേക്ക് ആയിരിക്കുമല്ലോ. നമ്മളിങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ കണ്ണ് തുറന്ന് കാണുകയും വായ തുറന്ന് നോ എന്ന് പറയാൻ പഠിക്കുകയും ചെയ്യണം. അത് അത്യാവശ്യമാണ്. കാരണം ഇല്ലെങ്കിൽ നമ്മുടെ എനർജി, നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ചിലവാക്കേണ്ട ടൈം, നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കഥ പറഞ്ഞു കൊടുക്കാനോ ബുക്ക് വായിച്ചു കൊടുക്കാനോ ഒക്കെ കൊടുക്കുന്ന സമയം എൻ്റെ അങ്ങനെ കുറേ പോയിട്ടുണ്ട്. ഓൾ പുട്ട് ടുഗദർ വേണമെങ്കിൽ 1 വർഷം പോയിട്ടുണ്ട് തന്നെ പറയാം, ഇങ്ങനെ പറയാതെ. എല്ലാവർക്കും വേണ്ടിയിട്ട് ചിലവാക്കിയ സമയം ഓൾ പുട്ട് ടുഗദർ 1 വർഷം എൻ്റെ വേസ്റ്റ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഐ ആം വെരി 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 സ്ട്രിക്റ്റ്. ഞാൻ പറയും എനിക്ക് പറ്റാത്ത കാര്യം ഞാൻ ചെയ്യുകയേ ഇല്ല. പറ്റുന്ന കാര്യമൊക്കെ ആയിരിക്കും ചെയ്യാൻ, പക്ഷേ എനിക്ക് വേണ്ട എന്ന് തോന്നുന്ന കാര്യം ഞാൻ ചെയ്യില്ല. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എല്ലാവരും പറയും ഇതെന്താ സെൽഫിഷ് ടോക്കാണ്. നോ, യു ഹാവ് ടു ബി സെൽഫിഷ് അറ്റ് ടൈംസ്. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദോഷകർമ്മം കൂടെ നിങ്ങളിലേക്ക് വന്നു ചേരും. കാരണം അവർ വേസ്റ്റ് ചെയ്യണ ആ ടൈം നമ്മളും കൂടെ കൂടിയിരുന്നാണല്ലോ വേസ്റ്റ് ചെയ്യണേ. സോ ടൈം വേസ്റ്റ് ചെയ്യുന്നത് മഹാപാപമാണ് എന്നെ ചോദിച്ചാൽ. നമ്മൾ ആ നേരത്തിന് എന്തെങ്കിലും പഠിക്കുകയോ നാമം ചൊല്ലുവോ കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ വാട്ട് യു സേ ഇഫ് യു ഹാവ് എനി അതർ ഹോബി ഓഫ് ഗാർഡനിങ് അല്ലെങ്കിൽ കുക്കിംഗ്, ഒരു ഡിഷ് ചെയ്യുകയോ ഭക്ഷണം കഴിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തോളൂ. ജസ്റ്റ് ഡോണ്ട് അലൗ ദിസ്
ടൈം സക്കിങ് ആക്ടിവിറ്റീസ് ഇൻ യുവർ ലൈഫ്. അത് നമ്മുടെ ഫാമിലിയിലും ഉണ്ടാകും ഗോസിപ്പിംഗ്. ആ ഗോസിപ്പിംഗ് കോളം അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ, ഒരു റീൽ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈം, അയൽവക്കത്തെ ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയാണ് വന്നു പോകുന്നത് എന്ന് നമ്മുടെ വീട്ടിൽ താമസിക്കുന്നവർ പറയാൻ നിന്നാൽ, ജസ്റ്റ് ഡോണ്ട് ഹീഡ് ടു ദാറ്റ്. ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ റിക്വയർഡ് ഫോർ യു. എന്തിനാണത് നമ്മൾ അറിഞ്ഞിട്ട്? നമുക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ? 10 പൈസയുടെ ഗുണമില്ല അല്ലേ? അതേസമയം ഒരു നല്ല ബുക്ക് വായിക്കുകയോ അല്ലെങ്കിൽ ഒരു നല്ല പാട്ട് കേൾക്കുകയൊക്കെ ചെയ്താൽ മനസ്സിന് കിട്ടുന്ന ആ സന്തോഷം ഉണ്ടല്ലോ, ദാറ്റ് വിൽ റിഫ്ലക്റ്റ് അല്ലേ? നമ്മുടെ ആറ്റിറ്റ്യൂഡിലും റിഫ്ലക്റ്റ് ചെയ്യും. സോ ജസ്റ്റ് സേ നോ ടു ദിസ് ടൈം സക്കേഴ്സ്. ഓക്കെ, നാളെ ഞാൻ വേറൊരു ടോപ്പിക്കുമായിട്ട് വരുന്നതായിരിക്കും. ഹോപ്പ് യു ലൈക്ഡ് മൈ സാരി ആൻഡ് ദിസ് അറ്റയർ. പഴയതാണ്, മിക്സ് ആൻഡ് മാച്ച് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് കമൻറ്റ്. താങ്ക് യു. ആരെങ്കിലുമൊക്കെ ഒന്ന് വഴിയെ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.